ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മറൈൻ ഡ്രൈവിലാണ്. എറണാകുളം മറൈൻ ഡ്രൈവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ സായാഹ്ന കാഴ്ചകൾ അതിമനോഹരമാണ് അല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇതാണ്ട് അവിടെ ഒരു കപ്പൽ കിടപ്പുണ്ട്, ഇന്ത്യൻ ഫ്ലാഗ് വെച്ച ഒരു കപ്പൽ കിടപ്പുണ്ട്. ഞാനിവിടെ വന്നിട്ടുള്ളത് പന്തൽ ട്രേഡ്സ് ഫെയർ അസോസിയേറ്റ് ഇവിടെ ഗുണ കേവ്, നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഗുണ കേവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗുണ കേവ് എക്സ്പോയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അവിടെ നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നൊരു മൂങ്ങയാണ്. അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നില്ലേ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റിന് ഒരാൾക്ക് 100 രൂപയാണ് ആകുന്നത്. ഒരു നൈറ്റ് വൈബ് ആകുമ്പോഴത്തേന് ഇവിടെ നല്ല വ്യൂ ആയിരിക്കും. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതിമനോഹരമായ കാഴ്ചകളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ തമിഴിൽ എന്തോ ഗുണക്കേവെന്നാന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ആ ഗേറ്റാണ് കേട്ടോ, മഞ്ഞയും പച്ചയും നിറത്തിലുള്ള ഗേറ്റ്. പിന്നെ അതിമനോഹരമായ പാറയിടുക്കി. ഇതെന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, തമിഴായതുകൊണ്ട്. അപ്പോൾ അതിമനോഹരമായ വലിയ പാറ ഇടുക്കിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ നടന്നു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വവ്വാൽസിനെയൊക്കെ കാണാനായിട്ട് കാണും. കണ്ടോ, വവ്വാലാണിത്. ഒരുപാട് വവ്വാലൊക്കെ തൂങ്ങി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് തീമിങ്ങും ഇവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിലൂടെയാണ് ഗുണ കേവ് വീണ്ടും പ്രശസ്തി ആർജിച്ചത്. എന്നാൽ അതിനു മുമ്പ് ഗുണ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തമിഴിൽ. അതിനകത്തെ ഡയലോഗ്സും പാട്ടും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സിനകത്തെ ഡയലോഗ്സും ഇതിനകത്ത് കേൾക്കാം. പിന്നെ ഒരു കാടിനകത്തൂടെ പോകുന്ന ഒരു തീമിലുള്ള BGM കൂടെ ആകുമ്പോഴത്തേക്കിന് ഒരു ഹൊററായിട്ടുള്ള ഇത് കണ്ടോ, ബാറ്റാണ്, വവ്വാലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഹൊററായിട്ടുള്ളൊരു BGM കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കിന് അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്തൂടെ നടന്ന് ഈ ഗുഹയ്ക്കകത്തൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. ഇതൊരു എക്സ്പോയാണ്, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ കാണാവുള്ളൂ. അതിൻ്റെ വിഷ്ണു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും ഇങ്ങനെ ഒരു പേര് നമുക്ക് കാണാൻ പറ്റും, വിഷ്ണു അല്ലേ, അമലെ, വിഷ്ണു. ഇവിടുത്തെ ആർട്ട് വർക്ക് പൊളിയാണ് കേട്ടോ. ഇത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ. വേര് പോലെ നമ്മൾ കാണത്തില്ലേ, ആ സാധനമാണ്. അത് ഒറിജിനലാണ്. എനിക്ക് തോന്നുന്നു ആലിൻ്റെ എന്തെങ്കിലും വേര് മറ്റോ ആയിരിക്കും എന്ന് തോന്നുന്നു. കോവലിൻ്റെ വള്ളിയും ആകാം. അവിടെ നല്ല തിരക്കായിരുന്നു ഞാനിന്ന് ചെന്നപ്പോൾ തന്നെ. അത് എടുത്തു പറയേണ്ടത്, നല്ല തിരക്കെന്ന് പറയുന്നത്. നമ്മളങ്ങനെ നടന്ന് വന്ന് ഒരു ഹോളിലേക്കാണ്, വലിയൊരു ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെയാണ് ഗുണ കേവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, വലിയൊരു മരം നിറച്ച് ബാറ്റ്സ്. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നത് കാണാം. ഇവിടെ ഒരു സെൽഫി പോയിൻ്റാണ്, അവിടെ നിന്ന് നമുക്ക് സെൽഫിയൊക്കെ എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗുണ കേവ്. ഇതിനകത്താണ് ശ്രീനാഥ് ബാസി വീണത്. അപ്പം നമുക്ക് അതിൻ്റെ മേളിൽ നിന്നുള്ള വിഷ്വൽ ആണെങ്കിൽ സ്റ്റെപ്പ് കയറി. ഇവിടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്നൊക്കെ അതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമായിട്ട് അവരത് ക്യാപ്ചർ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു എക്സ്പോ ആയിട്ട് തന്നെ കാണണം കേട്ടോ നിങ്ങൾ. ഇതാണ് ആ കേവ്, ഗുണ കേവ്. അതിമനോഹരമായിട്ടല്ലേ ഇത്. നമുക്ക് ഇവിടെ വന്ന് കണ്ടാലേ അതിൻ്റെ ആ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഇറങ്ങി വലിയൊരു ഫോറസ്റ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിമനോഹരങ്ങളായിട്ട് മരങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആനിമൽസ്, ഒരു കാടിൻ്റെ ആംബിയൻസ്, വിദൂരതയിലുള്ള ഒരു കാടിൻ്റെ ആംബിയൻസ് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കത് വിജയം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒട്ടനവധി ആനിമൽസ് ഉണ്ട്. ഒരു എലിഫൻ്റ്, ആനയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ട് മാനും ഇതെല്ലാം ഇതിനകത്ത് അകപ്പെട്ട രീതിയിലാണ് ഇത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആന അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ അങ്ങനെ കണ്ടത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും ടൈഗറും അതുപോലെ തന്നെ മാജിക് മഷ്റൂംസ്, അത് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഗുഹയാണ്. ഈ ഗുഹയിൽ നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് മുകളിലോട്ട് നോക്കാം. അവിടെ ഒരു തുറസായ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ആ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്കകത്തെ ആ ഗുണ കേവിനെ ഒന്നുകൂടെ അവർ ചിത്രീകരിച്ച് കാണിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പലരും പറയുന്നു 100 രൂപയ്ക്ക് ഇതൊന്നുമില്ലെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ മഷ്റൂം, കണ്ടോ, നല്ല രീതിയിൽ തന്നെ അതും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചാണ് ഇങ്ങനൊരു സെറ്റ് ഇട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എക്സ്പോ ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പോരായ്മകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ എക്സ്പോ ആസ്വദിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അടുത്ത ഇടത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ പെൻഗ്വിൻസ്, ഡ്രാഗൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്രാഗണൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഡ്രാഗണൊക്കെ ഉണ്ടോ. അപ്പോൾ അടിപൊളിയല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ഓണം കഴിഞ്ഞാണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് വിഷ്വൽസ് ഒന്നും അത്രയ്ക്ക് നല്ല രീതിയിൽ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നേരിടാണെങ്കിൽ നമ്മൾ പക്ഷികൾ ഇങ്ങനെ പറന്ന് കിടക്കുകയാണ്. നമ്മളുടെ ഇടയിലൂടെയൊക്കെയാണ് ഇവന്മാരിങ്ങനെ പറന്ന് കിടക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് കോക്ടെയിലാണ് കേട്ടോ, കോക്ടെയിൽ. പിന്നെ അതുപോലെ തന്നെ സൺ കൊണൂറുണ്ട്, പ്രാവുകളുണ്ട്, ലവ് ബേഡ്സ് ഉണ്ട് കേട്ടോ.
ഇത് മാത്രമല്ല ഒരുപാട് ബേഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം 150 രൂപ മുതൽ ലക്ഷക്കണക്കിന് വിലയുള്ള ബേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് 360 ഡിഗ്രി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ മരങ്ങളുടെയൊക്കെ സെറ്റ് ഇട്ടിട്ട് ഒറിജിനലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ. കോക്ടെയിൽ ഇരിക്കുന്നുണ്ടോ, സൺകോണൂറൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്, എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പെറ്റ്സിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പോയിന്റുകളും സെൽഫി പോയിന്റ് ഒക്കെ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. മക്കാവോ മാത്രം എടുത്തു വെക്കുന്നതിന് 100 രൂപയാണ് കേട്ടോ. ആ കാണുന്നത്, ഈ കാണുന്നുണ്ടോ, ഇത് ഇഗ്വാനയാണ് കേട്ടോ. ഇഗ്വാന ഇരിക്കുന്നത്. ഇഗ്വാനയൊക്കെ എടുക്കാൻ പൈതലുണ്ട്, അങ്ങനെ കുറച്ച് ഏറെയുണ്ട്. ഇത് അലങ്കാര കോഴിയാണ് കേട്ടോ. ഇത് കണ്ടോ, പക്ഷികളൊക്കെ പറന്ന് കിടക്കുന്നുണ്ടോ. വേറെ ഒരു ആംബിയൻസ് തന്നെയാണ് അല്ലേ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അല്ലേ. അത്രയ്ക്ക് അതിസുന്ദരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നതെന്ന് പറയണം. അത്രയ്ക്ക് അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത് എടുത്തു പറയേണ്ടി ഒന്നാണ്. ചില ബിരുദന്മാരാണല്ലോ ഇവിടെ കൂട്ടിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഇതൊന്ന് ആസ്വദിച്ച് കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അപ്പം നമുക്ക് അടുത്തടുത്തേക്ക് പോകാം. ഇവിടെ ഈ കാണുന്ന റോ ഉണ്ടല്ലോ, ഈ കാണുന്ന റോയിൽ മൊത്തം ബേഡ്സ് ആണ്. ഈ കാണുന്നത് സിലിണ്ടർ അക്വേറിയമാണ്. മിക്കപ്പോഴും ഉള്ള എക്സ്പോകളിലൊക്കെ കാണാറുള്ള ബേഡ്സും ക്യാറ്റ്സും പേർഷ്യൻ ക്യാറ്റ്സും ഒക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വലിയ വ്യത്യാസങ്ങളൊന്നും അതിൽ നിന്നില്ല. പിന്നെ ഒരു അരയന്നത്തെ കാണാനായിട്ട് സാധിച്ചു. ഇതാണ് സിലിണ്ടർ അക്വേറിയം. ഈ അക്വേറിയം പൊളിയാണ് കേട്ടോ. ഇതിനകത്തൊരു മീനുണ്ട്. ദേ ഈ കാണുന്ന മീന് കണ്ടോ, ഇത് ഒരു വ്യത്യസ്തമായ ഒരു മീനല്ലേ, കണ്ടില്ലേ? വ്യത്യസ്തമായ ഒരു മീനാണ്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അത് തന്നെ വേറെ ഒരെണ്ണം കിടപ്പുണ്ട്, പക്ഷേ അത്ര കളറില്ല അതിനകത്ത്. ഇതാണ് സിലിണ്ടർ അക്വേറിയം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വിഡോ ഫിഷാണ് ഈ അക്വേറിയത്തിനകത്ത് കിടക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ ഓസ്കാർ ഫിഷാണ്. ഈ കിടക്കുന്നത് മൊത്തം ഓസ്കാറാണ്. ഈ കിടക്കുന്ന ആൽബിനോ റാറ്റാണ് കേട്ടോ. കൊള്ളാമല്ലേ, സംഭവം ബോളിയാണ് ഇവൻ. ഇത് ഗോൾഡൻ ഫിഷാണ് ഈ സിലിണ്ടർ അക്വേറിയത്തിൽ കിടക്കുന്നത്. ഇത് നമ്മുടെ ഇഗ്വാനയാണ്. അപ്പോൾ ഇത് മൊത്തം പ്രാവാണ് കേട്ടോ. അത് സെക്ഷൻ മൊത്തം പ്രാവ്. ഇവിടെ ആണെങ്കിൽ മൊത്തം അക്വേറിയങ്ങളാണ്. നാടൻ പ്രാവ് മുതൽ പ്രാവുകളുടെ കളക്ഷൻ അത്രയേറെ തന്നെയുണ്ട്. എല്ലാം വ്യത്യസ്തമാർന്ന പ്രാവുകളും കോഴികൾ, അലങ്കാര കോഴികളും ഇവിടെയുണ്ട്. അത് നല്ല രസമില്ലേ? ഇതൊക്കെ തന്നെ നമ്മൾ പല എക്സ്പോകളിലും കണ്ടിട്ടുള്ളത് തന്നെയാണ് അല്ലേ. ഈ വ്യത്യസ്തങ്ങളായ അക്വേറിയം ഫിഷുകളെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇവയെ കാണാനായിട്ട് തന്നെ. ഫെദർ ഫിഷിനെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് മോൺസ്റ്റർ ഫിഷായ നമ്മുടെ അലിഗേറ്ററാണ് ഈ കാണുന്നത്. ഇത് ഷാർക്കാണ്, ഗൗരാമിയാണ് ഈ കാണുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ചെല്ലുന്നതോ അതിവിശാലമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വാണിജ്യ വിപണന സ്റ്റാളുകളിലേക്കാണ്. ഇവിടെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഫർണിച്ചറിനൊക്കെ ഏകദേശം 60% ഡിസ്കൗണ്ട് ഓഫറിലാണ് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയല്ലേ, നല്ല കാര്യം തന്നെയാണെന്ന്. അതുപോലെ തന്നെ കാർ വാഷൊക്കെ ഇവിടെയുണ്ട്. എല്ലായിടത്തും ജനക്കൂട്ടമായതിനാൽ അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്റ്റോളുകളുടെ കാഴ്ചകളൊന്നും തന്നെ എനിക്ക് പകർത്താനായിട്ട് സാധിച്ചില്ല. ഇത് ചന്ദനത്തിരി, സൈക്കിൾ ചന്ദനത്തിരിയുടെ സ്റ്റാളാണിത്. കണ്ടോ, നല്ല തിരക്കാണ് എല്ലായിടത്തും. ബാഗുകളൊക്കെ തന്നെ അടിപൊളി കളക്ഷൻസ് ഇവിടെയുണ്ട് കേട്ടോ. അത് നോക്കിക്കോന്ന്, അടിപൊളി ലേഡീസ് ജെൻറ്റ്സ് ബാഗ്, ബെൽറ്റ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളുടെയും എല്ലാവർക്കും ഇഷ്ടമുള്ള നാവിൽ കൊതിയൂറും രുചി തരുന്ന കോഴിക്കോടൻ അലുവയാണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ മറൈൻ വേൾഡിനടുത്തുള്ള ഗ്രൗണ്ടിലാണ് ഗുണ കേവ് എക്സ്പോ നടക്കുന്നത്. 100 രൂപയാണ് എൻട്രി ടിക്കറ്റിന് ആവുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് പ്രവേശനം. ഇത് കണ്ടോ, എന്നോ ഡിസ്പ്ലേ ആണ് ഇട്ടേക്കുന്നതല്ലേ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് തോന്നുമല്ലേ. അതെ, ലേഡീസിൻ്റെയാണ് ഇവിടെ കാണുന്ന ഡ്രസ്സുകളിൽ കൂടുതൽ. 250, 350 രൂപയെ, അതുപോലെ തന്നെ 200 രൂപയ്ക്ക് അങ്ങനെ നീളുന്നു ഇവിടുത്തെ വിലകളൊക്കെ. അപ്പോഴേ അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ 9 മണി വരെയും, അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സിൽ 2 മണി, ഉച്ചയ്ക്ക് 2 മണി മുതൽ 9 മണി വരെയാണ് എക്സ്പോയിലേക്കുള്ള പ്രവേശനം. ഒക്ടോബർ 6-ന് ഈ എക്സ്പോ സമാപിക്കും. നമ്മുടെ മറൈൻ വേൾഡിനടുത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ എക്സ്പോ നടക്കുന്നത്. കാരണം ഇനി സ്റ്റാളുകളുടെ കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, നമ്മളുടെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ പൂച്ചെടികളുടെ വിത്തുകൾ, വെജിറ്റബിൾസിൻ്റെ വിത്തുകളെല്ലാം തന്നെ ഇവിടെ ലഭിക്കും. കുട്ടികളും ഒന്നിച്ചുള്ള ഓണം വെക്കേഷൻ കളർ ആക്കണമെങ്കിൽ ഇങ്ങ് പോരെ. ഇത് VRD 5D VR 360 ഡിഗ്രി വ്യൂ ആണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ VR ഗ്ലാസ് സോൺ എന്നൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ഫുഡ് കോർട്ട് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. നാവിൽ കൊതിയൂറുന്ന രുചിയൂറുന്ന വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ചായ തുടങ്ങി കപ്പയും മീൻകറി ആ ലെവലിൽ വരെയുള്ള രുചിയൂറുന്ന വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഇവിടെ. അത് കഴിക്കാൻ വിശാലമായൊരു ഡൈനിങ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ ആസ്വദിക്കാൻ പറ്റിയ റൈഡുകളാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിൽ ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരുപാട് റൈഡുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ,
കുട്ടികളൊക്കെ തന്നെ ഈ ബലൂണ് പോലത്തേന് അതുപോലെ തെന്നി വീഴുന്നൊരു സാധനമാണ്. ഇത് ഡിസ്കോ ഡാൻസ് ആണ് ഈ കാണുന്നത്. ഇതെല്ലാവർക്കും അറിയാമല്ലോ, ജയൻ വീലാണ് ഇതെല്ലാം. ഇതിനകത്തെല്ലാം കയറണമെങ്കിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ ടിക്കറ്റുകൾ എടുത്തെങ്കിൽ മാത്രമേ കയറാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് നമ്മുടെ ഡ്രാഗൺ ട്രെയിനാണ്. ഡ്രാഗൺ ട്രെയിൻ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയാമായിരുന്നു, ഞാൻ മറന്നു. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ചാടി കളിക്കും, നല്ല രസമില്ല കാണാനായിട്ട്. കൂടാതെ ചെറിയ ഹെലികോപ്റ്ററുകൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ അതിവിശാലമായ വലുതുമായിട്ടുള്ള ഒരു കൊളംബസ് ഇവിടെയുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ ഇത് കാണാനായിട്ട്? എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാൻ കയറിയില്ല, സമയത്തിൻ്റെ പരിമിതി കാരണം ഇതിനകത്ത് കയറിയില്ല. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കായിട്ട് വീണ്ടും ഒരുക്കിയിരിക്കുകയാണ് ട്രെയിന്. കൊച്ചു തീവണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഇതിനകത്തെല്ലാം കയറണമെങ്കിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ടിക്കറ്റ് ഓരോന്നിനും സെപ്പറേറ്റ്, ഓരോ റൈഡിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് വേണം കയറാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നതാണ് ഫൺ ഗെയിമിങ്ങിൻ്റെ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെയും വ്യത്യസ്തമായ ഗെയിമുകളൊക്കെ തന്നെ നമ്മളെ കാത്തിരിക്കുന്നത്. എല്ലാവരും തന്നെ അത് എൻജോയ് ചെയ്ത് കളിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇതിനൊക്കെ ഓരോ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ജയിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു പ്രൈസ് അവർ തരും. കണ്ടോ, ആസ്വദിച്ച് ഇന്ന് കളിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ ചെടികളും ഫലവൃക്ഷ തൈകളും പൂച്ചെടികളും ഒക്കെ വാങ്ങാനായിട്ട് ഒരു നേഴ്സറിയും ഇതിനോട് ഈ എക്സ്പോയോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള ബോട്ടിംഗ് ആണ്. നല്ല രസമില്ലേ കാണാനായിട്ട്? അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഫീൽ ഗുഡ്, നമുക്ക് കണ്ട് രസിക്കാൻ പറ്റിയൊരു കാഴ്ച തന്നെയാണ് ഇത്. ഓണം വെക്കേഷനൊക്കെ ആയിക്കൊണ്ട് നല്ല ആളായിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ജനത്തിരക്കാണ് നമുക്ക് ഗുണ കേവ് എക്സ്പോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് നമ്മൾ മടങ്ങിയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.